വണ്ടി കണ്ട അവിടെ ഇങ്ങനെയൊക്കെ ഓട്ടിക്കുക ഇവിടെ കൊണ്ടുപോകുന്ന. ഓ ഇതിൻ്റെ ആക്കടി കണ്ട ഇങ്ങനെ ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പം കല്ലമ്പലത്തേക്കാണ്. ഇന്ന് നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ റോഡ് പണി കാഴ്ചകളാണ് ഇവിടുത്തെ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. ഇപ്പം ഇവിടെ റോഡ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്കിത് രണ്ട് ഭാഗത്തേക്കും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് കേട്ടോ. നമ്മൾ 2 ദിവസം നല്ല വെയിൽ കണ്ടതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ ഇറങ്ങിയത്. എന്തായാലും ഇപ്പം ഇന്നലെ നല്ല ശക്തമായിട്ട് രാത്രി നല്ല മഴ പെയ്തു കേട്ടോ. നമുക്ക് ഇവിടുന്ന് എന്തായാലും വീഡിയോ സ്റ്റാർട്ടേ ആക്കില്ല. 2 ഭാഗത്തും റോഡ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും അപ്പുറത്തൂടെ കറങ്ങി ഇവിടെ എത്താൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഭാഗത്തെ കാഴ്ചയെങ്കിലും നമ്മൾ കാണിക്കാം. ഇവിടെ നല്ല ശക്തമായിട്ട് 2 ഭാഗത്തെയും സർവീസ് റോഡിൻ്റെ ആ ഭാഗം ഇടിഞ്ഞ് താന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോനേക്കാളും ഒരുപാട് ഇടിഞ്ഞ് താന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ വീഡിയോ എടുത്ത് സൂം ചെയ്ത് കാണിക്കാം. നമ്മൾ ഈ കടുവാപ്പള്ളി എത്തുന്നതിന് മുമ്പ് ഒരു വഴിയുണ്ട്. ഈ വഴി ഇറങ്ങിപ്പോയി നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ എത്തുമെന്ന് തോന്നുന്നു. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കണം. ഇത് നമ്മൾ ബൈപ്പാസിലേക്ക് കയറാൻ പറ്റുമെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ വന്ന് തിരിയാണ്. ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ, ക്ലോസ്ഡ് ആണ്. മുമ്പ് നിന്നത് ഇവിടുന്ന് 200-300 മീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പുറത്ത് തന്നെ ചാടി. ഇനി അങ്ങോട്ട് എവിടം വരെ പോകാൻ പറ്റുമെങ്കിൽ പോകണം. പക്ഷെ നമ്മളതിൽ വന്നാലും നമുക്ക് വേണ്ട ഈ ചെളിക്കെട്ടാണ്. അതാണ് ഇന്നലെ മഴ പെയ്ത് 2 ദിവസം നല്ല വെയിലായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് എടുക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ ഇന്നലെ രാത്രി അതികഠിനമായ മഴ പെയ്തു. നമുക്ക് പോയി നോക്കാം. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് വീഡിയോ എടുക്കാം. ഇവിടെയൊക്കെ ടാറിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് ഇത്രയും ടാറ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ. നമുക്കിത് ക്രോസ് ചെയ്ത് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ നോക്കണം. ഇതിൻ്റെ അടുത്ത് പുതിയ ഇലക്ട്രിക് ലൈനൊക്കെ സ്ഥാപിച്ച് വലിച്ചിട്ടുണ്ട്. ലൈൻ വലിച്ച് ചാർജിങ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് പാസ് ചെയ്ത് പോകാൻ പറ്റില്ല. അവിടെ മണ്ണൊക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ചു പോയി സർവീസ് റോഡ് വഴി പോകണേ. പാസ് ചെയ്ത് പോകാൻ പറ്റൂല. അന്ന് നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ പാസ് ചെയ്ത് പോകാൻ പറ്റിയില്ലല്ലേ. ഇതാണ് ഇവിടെ വരുന്ന ഒരു അണ്ടർപാസ്. ചെറിയ അണ്ടർപാസ്സാണ്. ഇങ്ങനെ സർവീസ് റോഡ് വഴി പോവാം. ഇത് നമുക്ക് ഒട്ടും ഉറപ്പില്ല കേട്ടോ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. കാരണം നല്ല ചെളിക്കെട്ടായിരിക്കും. നമുക്ക് ബൈക്കും കൊണ്ട് പോകാൻ പറ്റൂല. എന്തൊരു ബ്യൂട്ടി നോക്കിയേ. ശാന്തസുന്ദരമായ സ്ഥലമാണ്. കുറച്ച് ആളും കൂടെ കഴിയപ്പോൾ വണ്ടികൾ ചീറിപ്പാഞ്ഞു പറഞ്ഞ് പോകുന്ന സ്ഥലമായിരിക്കും. ഭയങ്കര സൈലൻ്റാണ് ഇവിടെ. നോക്കണേ, സൈലന്റ് വാലി. ഒരു സൗണ്ടും ഇല്ല. നമുക്കിനി ഈ സർവീസ് റോഡ് വഴി പോകാം. സർവീസ് റോഡും ടാർ ചെയ്തിട്ടുണ്ട്. അവിടെ വരെ ചെയ്തൊന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഇലക്ട്രിക് ലൈൻ വലിച്ചിരിക്കുന്നത് ആ വീട്ടിൽ എന്തെങ്കിലും താമസമില്ല. നോക്കിയാൽ വോട്ടിൻ്റെ മേളിൽ കൂടെ ഇതെന്തായാലും ചാർജ് ചെയ്തിട്ടില്ല കേട്ടാ.
ചാർജ് ചെയ്താൽ ഇതെന്തൊരു പോക്കൃത്തിലാണ് ചെയ്യുന്നത്. അവിടെ ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ തട്ടിയിരിക്കുകയാണ് ആ ഓടിൻ്റെ. ചാർജ് ചെയ്തിട്ടില്ല കേട്ടോ, ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ആ വീട്ടിൽ താമസം ഇല്ലെങ്കിലും അങ്ങനെ വലിക്കാൻ കൊള്ളാവോ? കണ്ട ആ ഓട്ടിനകത്ത് തട്ടിയിരിക്കുകയാണ് ഒരു കമ്പി. അതൊക്കെ നോക്കണ്ടേ അമ്പാന്? ചാർജ് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് അതിലേക്ക് സർവീസ് വയർ വലിച്ചേക്കുന്നത് അത് ഫേസ് അല്ലേടേ, ഫേസ് തന്നെയാണെന്ന് തോന്നുന്നല്ലേ. അതിൻ്റെ ഒരു കണ്ടാരം. ഓ സർവീസ് റോഡ് ഫുള്ള് അടിപൊളിയായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് അവിടെ മൊത്തവും ചരളും ചെളിയും ഒക്കെ ആയിരുന്നു. അപ്പം ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് വരുന്ന വെള്ളം നേരെ സർവീസ് റോഡിലേക്കാണ് വീഴുന്നത്. അപ്പം സർവീസ് റോഡിൽ ഇവിടെ ചെറിയൊരു ചാല് വരേണ്ടതാണ്, അല്ലെങ്കിൽ മൊത്തം റോഡ് മിക്കവാറും ഇവിടെ ചാല് കാണത്തില്ല കേട്ടോ. ഈ മെയിൻ റോഡിലെ വെള്ളം മുഴുവനും സർവീസ് റോഡിൽ വന്ന് സർവീസ് റോഡിൽ നേരെ ഇങ്ങോട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ ഈ ഫുള്ള് വെള്ളച്ചാട്ടം കാണാമായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന ഈ നെഗറ്റീവ് ഒന്നും നമുക്ക് ഈ റോഡിൽ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം റോഡ് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വളരെ വിദഗ്ധനായിരിക്കും, മുൻകൂട്ടിയൊക്കെ അറിയാം. അപ്പോൾ അതല്ല. അപ്പോൾ ഞാനിപ്പോൾ കാണുന്ന രീതി പറയുകയാണ്. ഒരിക്കലും അത് കുറ്റം പറയല്ല, അത് ഫിനിഷ് ആയപ്പോഴേ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് പറയാൻ പറ്റൂ. ഇപ്പം ഞാനിങ്ങനെ പറയുകയാണ്, ഇതിൽ വെള്ളം ഇങ്ങനെ അവിടെ ഒരു ചാല് പലയിടത്തും നമുക്ക് കാണാമല്ലോ. ചാലുണ്ടെങ്കിൽ അതുവഴി വെള്ളം പാസ് ചെയ്ത് അങ്ങോട്ടൊക്കെ വിടുന്ന സംഗതി ഉണ്ട്. അപ്പോൾ അവിടെ ചാലിപ്പോൾ കാണുന്നില്ല, മിക്കവാറും ചാല് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിസ്റ്റം വരും. അവിടെയൊക്കെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആറ്റിങ്ങൽ ബൈപ്പാസാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ പറഞ്ഞാൽ. തിരുവനന്തപുരം ജില്ലയിലെ ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട ശോകമായിട്ടുള്ള വർക്കിംഗ് ആണ്. അവരെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ മുഴുവനും ഈ ആറ്റിങ്ങൽ ബൈപ്പാസ് കേന്ദ്രീകരിച്ചിട്ടാണ്. അവിടെ നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇത്രയും ദൂരത്തേക്ക് ടാറിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വണ്ടി കണ്ട അവിടെ ഇങ്ങനെയൊക്കെ ഓട്ടിക്കും. ഇവിടെ കൊണ്ടുപോകുന്ന ഇഞ്ചാക്കടി കണ്ട ഇങ്ങനെ വളച്ച് ഇങ്ങനെ വളച്ച് അയ്യമ്മ എന്താ രസം. ഇങ്ങനെ വളച്ചൊക്കെ ഓട്ടിക്കാൻ പറ്റിയ ഒരു റോഡാണ് ഇപ്പോൾ നമ്മളെ ആറ്റിങ്ങൽ ബൈപ്പാസ്. ഇവിടെ വന്ന് മത്സരമൊന്നും കാണിക്കരുത് കേട്ടോ, കാണിച്ചാൽ അവർ അടച്ച് കൂട്ടും. ഒരു ആട്ടോ ഇതിലേ കയറി വരുന്നിടേ ആട്ടോ. അന്നേരം ഇതുവഴി നമുക്ക് ഇറങ്ങി പോകാതിരിക്കും. ഇവിടം വരെ അങ്ങനെ ടാർ ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ കുറേ ദൂരത്തേക്ക് നമ്മൾ അപ്പുറത്ത് കണ്ട അണ്ടർപാസ് ഇല്ലേ, അവിടം വരെ ഈ ആറൂരി പാത ഫസ്റ്റിലെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. കുറേ ഭാഗം ഡിവൈഡറും പൂർത്തിയായിട്ടുണ്ട്. അതിന് കാണിക്കണ്ടല്ലേ, നമ്മൾ കണ്ടതാണ്. അതിന് തിരിച്ച് പോവാം, പറ്റുന്നത്ര പോയി വീഡിയോ എടുക്കട്ടെ. ഇപ്പം മഴ വരും. മഴ ഒരു 20-25 മിനിറ്റിനകം പെയ്യാൻ സാധ്യതയുണ്ട്. ഇതിലെ സ്ഥിരം വാഹനങ്ങൾ പോകുന്നതാണ് കേട്ടോ. അവിടെയൊക്കെ ഉറച്ച് കിടക്കുകയാണ്, അടിപൊളിയായിട്ട് കിടക്കുകയാണ്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഇത് ഇപ്പം പണി തുടങ്ങിയിട്ട് 3-4 മാസമായി. ആദ്യത്തെ പ്ലാനിൽ ഇവിടെ അണ്ടർപാസ് ഇല്ലായിരുന്നു. ഇവരിങ്ങനെ ലെവലിനായിരുന്നു റോഡ് കെട്ടിയിരുന്നത്. അന്ന് ഇവിടെ ക്രാഷ് ബാരിയറൊക്കെ കെട്ടിയതാണ്. പിന്നെ അതൊക്കെ പൊളിച്ച് കളഞ്ഞ്. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം. ഇവിടെ ഒരു അണ്ടർപാസ് വന്നു. അതിൻ്റെ പണി എത്രത്തോളം നടക്കുകയാണ് കേട്ടോ. ഇനി മുമ്പോട്ടുള്ള യാത്രയാണ് കടുപ്പമേറിയ യാത്ര. സർവീസ് റോഡ് വഴി നമുക്ക് പോവാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് MLA പാലം. MLA പാലത്തിൽ നിന്ന് ഈ മെയിൻ റോഡ് ഇതേപോലെ മണ്ണിട്ട് ഉയർന്നിട്ട് തന്നെയായിരിക്കും ഇവിടുത്തെ അണ്ടർപാസ് വരുന്നത്. ഇവിടുന്നും ഈ റോഡ് ഉയർന്നിട്ട് തന്നെയാണ് തൊട്ടപ്പുറത്ത് ഒരു 300 മീറ്ററിൽ വേറൊരു അണ്ടർപാസ് ഉണ്ട്. വളരെ ചെറിയ അണ്ടർപാസ്സാണ് കേട്ടോ ഇത്. ഇതേപോലത്തെ ചെറിയൊരു അണ്ടർപാസ്സാണ്.
അണ്ടർ പാസ് കൊടുത്തല്ലോ, വളരെ വളരെ സന്തോഷം. അപ്പോൾ ഈ 3, അതായത് MLA പാലവും ഇവിടെ വരുന്ന അണ്ടർ പാസും അപ്പുറത്ത് വരുന്ന അണ്ടർ പാസും എല്ലാം ഒരേ ലെവലിനായിരിക്കും മണ്ണിട്ട് ഉയർത്തണം കേട്ടോ. ഇവിടെ നല്ല വയലേരിയയാണ്, അപ്പോൾ നല്ല ഉയരത്തിലാണ് മെയിൻ റോഡ് വരുന്നത്. കണ്ടോ ഇവിടെ ഈ കോൺക്രീറ്റ് വാൾ കെട്ടി ഇങ്ങനെ മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോരത്തോളം മണ്ണ് കയറുമെന്നറിയാവും, ഇഷ്ടം പോലെ മണ്ണ് കയറും. നമുക്കിതുവഴി പോയാൽ അങ്ങ് എത്തുമോ എന്നറിയത്തില്ല, അവിടെ നല്ല ചെളിക്കെട്ടാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഒരിക്കൽ അങ്ങ് വരെ പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു. ഇതൊക്കെ ഫുള്ള് വയലേരിയയാണ്, വയലെന്ന് കംപ്ലീറ്റ് വയലാണ്. വയലിൽ കൂടെയാണ് ഈ പുതിയ റോഡ് വരുന്നത്. ഒരു ഗ്രീൻഫീൽഡ് നാഷണൽ ഹൈവേ ആണ് നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന് പറയുന്നത്. അതായത് പുതിയ റോഡ് വെട്ടി ആണ് നാഷണൽ ഹൈവേ വരുന്നത്, അല്ല വീതി കൂട്ടുകയല്ല. മുമ്പേ ഇവിടെ റോഡില്ലായിരുന്നു, വയലും കുന്നുകളുമായിരുന്നു. ഇവിടെയൊക്കെ നല്ല വെള്ളക്കെട്ടാണ് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ഈ വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലെന്ന് തോന്നുന്നു. അത് വലിയ വിഷയമാവും. ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ഥലവും കൂടി സൗകര്യം കൂടി ഒരുക്കണം. നമുക്കിപ്പം ഇവിടം വരെ പോകാനേ പറ്റും, ഉറപ്പാണ്. കണ്ട നമ്മളിനി അപ്പുറത്ത് കടക്കണമെങ്കിൽ നോക്കട്ടെ, അപ്പുറത്തെ സർവീസ് റോഡിൽ കൂടി നമുക്കൊന്ന് പോവാം. അയ്യോ പൊതങ്ങി എൻ്റെ പൊന്നു. ഇപ്പം പെട്ടേനെ. ഞാൻ ആ ഓടയുടെ മണ്ടേ കൂടെ പോകാൻ പോയതാ. ഇപ്പം അവിടെ പൊപ്പഞ്ച് അവിടെ ഇരുതേരാ. അല്ല എന്തിൻ്റെ കടി, അതിൻ്റെ കടി കൂടെ പോകേണ്ട ആവശ്യം. നമുക്കിനി അവിടെ ചെന്നിട്ട് അപ്പുറത്തെ സർവീസ് റോഡിൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവിടെ നടന്നില്ലെങ്കിൽ പിന്നെ ആ വഴി കൂടെ കയറി ഇപ്പുറത്തൊരു വഴിയുണ്ട്, ഇതുവഴി ഇറങ്ങി MLA പാലത്തിൻ്റെ അവിടുന്ന് പിന്നെ യാത്ര തുടരാൻ നോക്കാം. ഇല്ല, ഒരു വഴിയില്ല കേട്ടോ. അപ്പുറം സർവീസ് റോഡ് വഴിയും പോകാൻ പറ്റില്ല. നമുക്കിനി ഇതുവഴി കയറി അപ്പുറത്തൂടെ വരണം. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് MLA പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് MLA പാലം എന്ന പേര് കിട്ടാൻ കാരണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയും ദുഷ്കരമാണ്. പോയി നോക്കേ. ആഹാ, സുന്ദരമായ വെള്ളം, തണുപ്പ്. നമ്മളിപ്പോൾ MLA പാലം കഴിഞ്ഞ് നേരെ മുൻപോട്ട് പോവുകയാണ്. ഇത് നേരെ എത്തുന്നത് പാലംകോണത്താണ്. ഇവിടുത്തെ റോഡ് നിർമ്മാണമൊക്കെ ഇതേപോലെ തന്നെയാണ്. ഇവിടെ ഇത് നല്ല രീതിയിൽ അന്തം വിട്ട പണി ആവശ്യമുള്ള സ്ഥലമാണ്. നമ്മളിപ്പം പോകുന്ന ഭാഗമില്ലേ, ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ള പ്രദേശമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഘട്ടങ്ങളായി മണ്ണിട്ട് ഉയർത്തി ഇത്ര ആയിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്തും മണ്ണിട്ട് ഉയർത്തണം. പാലംകോണത്ത് ഒരു ഓവർപാസ്സാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാം. തുടങ്ങാനുള്ള യാതൊരു സാധ്യതയില്ല. മഴ കംപ്ലീറ്റ് മാറി എന്നാൽ മാത്രമേ ഇവിടെ പണി തുടങ്ങാനുള്ള സാധ്യതയുള്ളൂ. ഇവിടെയൊക്കെ മണ്ണ് നല്ല രീതിയിൽ ഉറച്ചിട്ടുണ്ട് കേട്ടോ.
അവിടെയൊക്കെ ഇടിച്ച് താത്തിട്ടുണ്ട് ടയർ. അവിടെ വരുന്ന ഓവർപാസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മെയിൻ റോഡ് അടി കൂടെ ആയിരിക്കും പോകുന്നത്, ഇതിലേ പോകുന്ന റോഡ് മേളിൽ കൂടെ ആയിരിക്കും. ഓവർപാസിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. മുമ്പേ പറഞ്ഞു പോലെ ഇവിടെ നല്ല വെള്ളക്കെട്ടാണ്. വേനൽ സമയത്ത് പോലും ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. കാരണം ഊറ്റുവെള്ളമാണ്, ഉറവയാണ്, ഉറവ. അപ്പോൾ കുറച്ചൊക്കെ ഇടിഞ്ഞ് പോയിട്ടുള്ളൂ. വെള്ളം നല്ല രീതിയിൽ വെള്ളം ഇപ്പോഴും ഉണ്ട്. എന്തായാലും പണി തുടങ്ങിയിട്ടില്ല, ഓവർപാസിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. ഇവിടെ നല്ല പണി ആവശ്യമായ സ്ഥലമാണ്. നമ്മൾ പാലാങ്ങോത്താണ്. ഇത് കഴിഞ്ഞ് മുന്നോട്ട് പോകാം. നമുക്ക് എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ പോയി കാഴ്ചകൾ കാണാം. ഇവിടെ നമ്മൾ എപ്പോഴും കാണും, ഇവിടെ ഒരുപാട് ഇടിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല പണിയാണ്. നിർമ്മാണ കമ്പനിക്ക് വേണ്ടി വരുന്ന ഭാഗമാണ് കേട്ടോ. കാരണം അത്രത്തോളം ഇത്രയും ഹൈറ്റ് നിൽക്കുന്ന, ഞാൻ ഒരുപാട് വീഡിയോ കാണിച്ച ഹൈറ്റ് നിൽക്കുന്ന സ്ഥലമാണ്. അത്ര ഇടിച്ച് താത്തിട്ടുണ്ട്. ഉറപ്പ് കുറഞ്ഞ സ്ഥലമാണ്. കണ്ടോ ഇവിടെയൊക്കെ ഇടിഞ്ഞ് താന്ന് കണ്ട. ഇനി എന്ത് കെട്ട് പൊക്കാണ്ടല്ലേ. ഭയങ്കര പണിയാണ് ഇവിടെ. അവിടെയൊക്കെ അത് ഇടിഞ്ഞ് വീരാഴിക്കാനുള്ള പ്രവൃത്തികൾ കുറേ ഭാഗത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇടിഞ്ഞ് വീണിട്ടുണ്ട്. കണ്ട അവിടെ കുറേ ഭാഗം ഇടിഞ്ഞ് വീണു. ഇതിൻ്റെ ആ തെങ്ങ് കണ്ട ഈ മഴയത്ത് കണ്ട ഇവിടെ കുറേ ഭാഗം ഇടിഞ്ഞങ്ങ് താന്നുണ്ട്. ഈ തെങ്ങൊക്കെ മേളിലായിരുന്നു. ഈ തെങ്ങൊക്കെ ഇപ്പോൾ ഇടിച്ച് താഴ്ന്നു വന്നിട്ടുണ്ട്. കണ്ട ഇവിടെയും കുറേ മരങ്ങളൊക്കെ വീണിട്ടുണ്ട്. ഇവിടെ ഇനി അതേപോലെ ചെയ്യണം, സോയിലിങ്ങാ അങ്ങനെ ആ പ്രവൃത്തി കണ്ട. ഇവിടെ കുറച്ച് ഭാഗം വീടിരിക്കുന്ന ഭാഗത്ത് അവർ അതേപോലെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ അത്ര ഇടിത്തം വരാതിരുന്നത്. അവിടെ കമ്പിയൊക്കെ ഉണ്ട്, ഡ്രിൽ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ, അതുകൊണ്ടാണ്. എന്നിട്ടും കുറേയൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഇവിടെയും ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഈ ആറ്റിങ്ങൽ ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ ഇടിച്ച് താത്തിരിക്കുന്ന ഒരു പ്രദേശം ഇവിടെയാണ്, ഈ പാലാങ്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയും ഇത്ര ഭാഗം മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ വീടിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു, കുറേ ഇടിഞ്ഞ് താന്നിട്ടുണ്ട്. ഇവിടെ ഈ മണ്ണിപ്പോൾ ഇടിഞ്ഞ് വീണതാണ്. ഇവിടെ ഈ വയറിൻ്റെയൊക്കെ മണ്ടേ കൂടെ ഇടിഞ്ഞ് വീണ്. ഇവിടെ പുഴയായി കേട്ടോ. ഇവിടെ അത്രയും ഇടിച്ച് താത്തിട്ടുണ്ട്. ഇവിടെ വേനലിൽ പോലും ഇവിടെ വെള്ളമുള്ള സ്ഥലമാണ്. അത് നോക്ക്, ഇവിടെ തോട് ഒഴുകുന്ന കണക്ക് ഇവിടുന്ന് ഊറ്റ് വെള്ളം ഒഴുകി പോകുന്നുണ്ടോ. ഇവിടെ നല്ല അത്രയും വെള്ളം സ്റ്റോറേജ് ഉള്ള പ്രദേശമാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. വേണ്ട തോട് പോലെ ഒഴുകി പോകുന്നുണ്ട്. ഒരു കാര്യം പറയും, ഇവിടെ റോഡ് പണി പൂർത്തിയാകുമ്പോഴേ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് റോഡ് കേട്ടോ. അടിപൊളിയോ. തെക്കൻ കേരളത്തിലെ ഏറ്റവും മനോഹരമായി കാണാൻ രസമുള്ള റോഡായി മാറും ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ ഈ പ്രദേശം. ഫുള്ള് സർവീസ് റോഡ് ഇങ്ങനെ കയറി ഇറങ്ങി മെയിൻ റോഡും അതിമനോഹരമായ രസമായിരിക്കും ഇവിടെ കാണാൻ. ആട്ടിൻകുട്ടികളെ പോലെ നടക്കുന്നൊരു തെരുവ് പട്ടിക്കൂട്ടം നോക്ക്. എൻ്റെ പൊന്നു, ഇത് എത്ര എണ്ണത്, എൻ്റെ പൊന്നു. കൂട്ടത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഒരെണ്ണം കുറച്ച് മുന്നോട്ട് വന്നാൽ മതി, എല്ലാ എണ്ണം കൂടെ അങ്ങ് വരും. നിങ്ങൾ ആട്ടിൻകുട്ടികളെ മേച്ച് കിടക്കുന്ന പോലെ ഉണ്ടല്ലേ. ഇത് ഒരെണ്ണം ഒന്ന് കുറച്ചാൽ മതി, എല്ലാ എണ്ണം കൂടെ കൂടും. പ്രശ്നമാണ് ഒറ്റയ്ക്ക് കിടക്കുന്നത്. കുട്ടികൾക്കാണ് ബുദ്ധിമുട്ട് കേട്ടാ. ഒരെണ്ണം കുറച്ചാൽ മതി, എല്ലാ എണ്ണം ചുറ്റും കൂടി കടിക്കും. സ്കൂൾ വിട്ട് വരുന്ന സമയമൊക്കെ ആണ് കേട്ടോ. ഈ കൂട്ടത്തിലുള്ള പട്ടികളെ പേടിക്കണം കേട്ടോ. കൂട്ടം കൂടിയിരിക്കുന്ന
ഒരെണ്ണം കുറച്ച് വന്നാൽ മതി, ബാക്കിയുള്ളത് കാര്യം പോലും തിരകൂല, പിറക്കെ ഒന്ന് കുറച്ച് കടിയും. അപ്പോൾ നമ്മളിപ്പോൾ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. ഇവിടെയൊക്കെ ഈ മണ്ണ് ഈ കുന്നിടിഞ്ഞ് വീഴാനുള്ള ഈ സോയിലിംഗ് വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് താഴോട്ടാണ് ഇറങ്ങേണ്ടത്. എൻ്റെ പൊന്നെ മൊത്തം ചരളാണ് കേട്ടോ. ചരളിൽ ശ്രദ്ധിക്കണം. എൻജിൻ ബ്രേക്ക് ഉപയോഗിച്ച് നന്നായി ഫസ്റ്റ് ഇട്ട് ഇറങ്ങാൻ. ക്ലച്ച് പിടിച്ച് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കാവും ചറുക്കി വീഴാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പുറം വരെ കാരണം ആ പാലം വരെ പോകാൻ പറ്റുമെങ്കിൽ പോണേ. ഇവിടെ കുറച്ച് ഭാഗം സർവീസ് റോഡ്, 2 ഭാഗത്തും ടാറിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മേൽപ്പാലം അല്ല ഓവർപാസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഗട്ടറുകളൊക്കെ സ്ഥാപിച്ചിട്ട് കുറേ നാളായി. പക്ഷെ ഓവർപാസിൻ്റെ ഗട്ടറുകളൊക്കെ നിർമ്മിച്ചിങ്ങനെ വെച്ചിട്ട് കുറേ നാളായി. പക്ഷേ നിർമ്മാണമൊന്നും ഇവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു ഓവർപാസ് വരും, അത്യാവശ്യമാണ്. നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ മഴ പെയ്തതിന് ശേഷം വർക്കുകൾ പോരാ കേട്ടോ. വർക്കുകൾ ഇങ്ങനെ ഡെഡായി എന്ന് വേണമെങ്കിൽ പറയാം. മഴ പെയ്തതിന് ശേഷം വലുതായിട്ടുള്ള പുരോഗതി കാണുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുവാണല്ലോ. ഇത് എന്ന് തീരും? റോഡ് പണി പൂർത്തീകരിച്ച് വണ്ടിയൊക്കെ ഓടി തുടങ്ങുമ്പോഴേ ഈ അപ്പുറം ഉള്ള സ്ഥലത്തിൻ്റെയൊക്കെ ഡിമാൻഡ് അങ്ങ് മാറും. നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാറായി. നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റൂലെന്ന് തോന്നുന്നു കേട്ടോ. നല്ലൊരു ചെളിക്കെട്ട് കാണുന്നുണ്ട്. വലിയ വണ്ടികൾക്കേ പോകാൻ പറ്റൂ. വണ്ടി ഇറക്കിയാൽ ചിലപ്പോൾ കയറാറിയില്ലെങ്കിൽ വണ്ടി കയറിയില്ലെങ്കിലാ പണി കിട്ടും കേട്ടോ. നല്ല രീതിയിലുള്ള ചെളിയുണ്ട്. പക്ഷെ ഇത് കടന്നു കിട്ടിയാൽ നമുക്ക് പോവാമായിരുന്നു. ഓ കല്ല് കാണാൻ പോലും ഇല്ല. ഈ സൈഡിൽ കൂടെ അങ്ങ് പോയാലോ. തന്നെ ചെളിയിലിറങ്ങാതെ പോടാ. ഓ മണ്ട ചെളിയിലിറങ്ങിയ മണ്ടൻ ബൈക്കിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ. ഓ പതിയെ ആക്സിലേറ്റർ കൊടുക്കാം. കയറി കുതിര നമ്മൾ ആക്സിലേറ്റർ നല്ല ടോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടന്ന് കറങ്ങും ചിലപ്പോൾ. ഓ ഇവിടെയൊക്കെ ഇനി പണിയുണ്ട്. പാറയൊക്കെ പൊട്ടിച്ച് മാറ്റാനുണ്ട്. പാലത്തിൻ്റെ പണി എവിടെ വരെയായി? ഓ അന്ന് നമ്മൾ കാണിച്ചതുപോലെയുള്ളൂ കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ 2 പിയറിൻ്റെ ഇടയിലുള്ള 2, 4, 5, 10 ഗഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ വിശദമായി കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉള്ളു കേട്ടോ.
ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പുറത്തും ചെന്നിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ തുടങ്ങാം. അപ്പോൾ എന്നിട്ട് ഒരു ദിവസം കൊണ്ട് പോകുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയമാണ് ഇനി വേണ്ടത്. പിന്നെ സൊമാറ്റോ ഓടുന്നതിൻ്റെ ഇടയിലിരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ വരുന്ന പാലം, വാമനപുരം നദിക്ക് കുറേ വരുന്ന പാലം എന്ന് പറയുന്നത് ഇതിന് മുമ്പ് കാണിച്ചതുപോലെ തന്നെയാണ്. പിയറിൻ്റെ വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഗഡറുകൾ സ്ഥാപിക്കണം. ഗഡറുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ പുഴയുടെ സെൻറ്റർ വരെ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. ഇനി വലിയ ക്രെയിനുകൾ വന്ന് ഈ ഗഡറുകൾ എടുത്തിട്ട് മേളി വയ്ക്കണം. അപ്പുറ സൈഡിലുള്ള ആദ്യത്തെ 2 പിയറിൻ്റെ ഇടയിലുള്ള ഗഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞു. വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഫ്രണ്ട്സ്, നമ്മൾ ആറ്റിങ്ങിൽ ആ പാലത്തിൻ്റെ ഇപ്പുറത്ത് നിന്ന് മാമ വരെയുള്ള വീഡിയോ എടുക്കുക. ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. മഴ പെയ്യുന്നത്, നല്ല സൂപ്പർ മഴ പെയ്യാൻ തുടങ്ങി. എന്തായാലും ഇന്ന് ഈ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. മഴ നല്ല രീതിയിൽ ഉറയ്ക്കാൻ തുടങ്ങുകയാണ്. ഇപ്പുറത്ത് വന്നതായിരുന്നു, മഴ പെയ്തില്ലായിരുന്നു ഈ വീഡിയോ എടുക്കാമായിരുന്നു. ഇനി എന്തായാലും വെയിൽ കണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് ഈ ബാക്കി ഭാഗവും തിരുവനന്തപുരത്തും മറ്റ് കഴക്കൂട്ടം വരെയുള്ള വീഡിയോസ് നമുക്ക് എടുക്കാം. ഇന്നിനി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. ഇനി അങ്ങോട്ട് പോകാൻ ഭയങ്കര മഴ വരുന്നു.